ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പോകുന്നത് ഗോവയിലെ ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസിലേക്കാണ് കേട്ടോ. ബിർള മന്ദിർ അല്ലെങ്കിൽ രാധാകൃഷ്ണ ടെമ്പിൾ എന്നൊക്കെ അറിയപ്പെടുന്ന ഗോവയിലൊരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ഇവിടെ. ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് സൗത്ത് ഗോവയിലെ വാസ്കോഡഗാമ എന്ന് പറഞ്ഞ സ്ഥലത്ത് സാൻകോളെ എന്ന വില്ലേജിലാണ്. ഇവിടെ അടുത്ത എയർപോർട്ട് ഉള്ളതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റുകളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എൻട്രൻസ് ആണ് കേട്ടോ. റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഈ ക്ഷേത്രം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടേക്ക് എത്തിപ്പെടാനും വളരെ എളുപ്പമായിരിക്കും. ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ബിർള ഫൗണ്ടേഷനാണ്. 2023 ഇതിൻ്റെ ഇനോഗ്രേഷൻ. തിരക്ക് കുറവാണ് കേട്ടോ. നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇവിടെ വീൽ ചെയറൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിന് പറ്റിയ റാമ്പും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. നമ്മളിപ്പോൾ ഈ നടന്നു വരുന്ന സ്ഥലം മുഴുവൻ മാർബിളാണ് കേട്ടോ. അപ്പോൾ വെയിൽ കാരണം നല്ല ചൂടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊയർ മാറ്റിലൂടെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് കാല് കൊള്ളാതെയൊക്കെ നടക്കാൻ പറ്റും. ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് വൈറ്റ് മാർബിൾസ് കൊണ്ടാണ് കേട്ടോ ഇത് മുഴുവൻ നിർമ്മിച്ചിട്ടുള്ളത്. മതിൽ പോലെ ഉണ്ടാക്കിയിട്ടുള്ളതും പിന്നെ ആ പ്ലാന്റ് വെച്ച പോട്ടും എല്ലാം മാർബിളിൽ കൊത്തിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇതിന് മുൻപ് നമ്മൾ ഹൈദരാബാദ് ആയിരുന്ന സമയത്ത് അവിടുത്തെ ബിർള മന്ദിറും കാണാൻ പോയിട്ടുണ്ടായിരുന്നു. രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അതൊരു മലയുടെ മുകളിലായിരുന്നു. അപ്പോൾ കുറേ നടക്കാനൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഇതിനെ അപേക്ഷിച്ച് നല്ല വലുതായിരുന്നു കേട്ടോ അവിടുത്തെ. പിന്നെ അവിടെ ഫോണും നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുപോകാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നില്ല. ഇവിടെ നമുക്ക് അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ഇവിടെ നമ്മൾ വന്ന സമയം വളരെ തിരക്ക് കുറഞ്ഞൊരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം തിരക്കൊന്നുമില്ലാതെ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റി. ഈ സീലിങ്ങിൽ കാണുന്ന ഈ ഒരു വർക്ക് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ടൊരു വർക്കാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. ഇവിടുത്തെ പ്രധാന വിഗ്രഹം എന്ന് പറയുന്നത് കൃഷ്ണനും രാധയുമാണ്. പിന്നെ ഉള്ളത് ശിവപാർവതിമാർ, ഗണപതി, ഹനുമാൻ, പിന്നെ രാമനും ലക്ഷ്മണനും സീതയും. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ വാസ്തുവിദ്യയും കൊത്തുപണികളൊക്കെയാണ്. അത് ട്രഡീഷണൽ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ കൂടി അതിൽ മോഡേൺ സ്റ്റൈലിൻ്റെ ഇൻഫ്ലുവൻസും ഉണ്ടെന്നാണ് പറയുന്നത്. ക്ഷേത്രത്തിനകത്ത് ഈ ഒരു ഭാഗം കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. നമ്മളിതേ പുറത്തിറങ്ങി ഇനി പ്രദക്ഷിണം വയ്ക്കാൻ പോവുകയാണ് കേട്ടോ.
ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറയുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആണ്. പിന്നെ നല്ല രീതിയിൽ തന്നെ അവരത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടെമ്പിൾ ഇത്ര ഭംഗിയാക്കുന്നത് ഇവിടുത്തെ ഗാർഡനാണ്. കല്ലുതാ ഓടി കളിച്ചിട്ട് വീണിട്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്. ഇവിടുത്തെ നൈറ്റ് വ്യൂ കാണാൻ നല്ല രസമാണ്. സൂര്യൻ ഇതിൽ സൺസെറ്റിൻ്റെ വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. സൂര്യൻ നല്ല ചുവന്ന വട്ടപ്പൊട്ട് പോലെ വലുതായിട്ട് കാണുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ വീഡിയോയിൽ ഇത് ക്ലിയർ അല്ല. നമ്മളിപ്പോൾ ഇവിടെ എത്തിയതിന് ശേഷം തന്നെ സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ആയിട്ട് ഒരുപാട് സ്റ്റുഡൻസൊക്കെ വരുന്നുണ്ട് കേട്ടോ ട്രിപ്പായിട്ട്. ഇപ്പം നമ്മൾ വന്ന സമയം പോലെയല്ല, അത്യാവശ്യം ആളുകൾ വരുന്നുണ്ട് ഈ സമയത്ത്. ഗോവയിലൊക്കെ ട്രിപ്പ് വരുന്ന സമയത്ത് ബീച്ച് മാത്രമല്ല, നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ളൊരു സ്ഥലം കൂടിയാണിത്. ഇവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 6 മണി മുതൽ 12 മണി വരെയും പിന്നെ 3 മണി മുതൽ രാത്രി 10 മണി വരെയാണ് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ വൈകിട്ട് ഒരു 6 മണിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ പകലുള്ള വ്യൂവും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ രാത്രിയിലുള്ള വ്യൂവും കാണാൻ സാധിക്കും. ഇപ്പോഴത്തെ ഏകദേശം ലൈറ്റൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഇരുട്ടായി കഴിഞ്ഞാൽ ഇതിലും ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു സ്ഥലത്തെ വിശേഷമായി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.